പെട്രോളിലും ഡീസലിലും ഓടുന്ന ധാരാളം കാറുകൾ നിരത്തിലുണ്ട്. എന്നിരുന്നാലും ഡീസലിൽ ഓടുന്ന ഒരൊറ്റ ബൈക്ക് പോലും എന്തുകൊണ്ടില്ല എന്ന് നിങ്ങൾക്കറിയാമോ? ഡീസലിൽ ഓടുന്ന ബൈക്കുകൾ എന്ന ആശയം ഒരുപാട് കാലം മുമ്പ് തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ റോയൽ എൻഫീൽഡ് തന്നെയാണ്. 1993 ടോറസ് എന്ന് പറയുന്ന ഡീസലിൽ ഓടുന്ന ബൈക്ക് റോയൽ എൻഫീൽഡ് പുറത്തിറക്കിയിരുന്നു. എന്നാൽ വളരെ വേഗത്തിൽ തന്നെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടിയും വന്നു. ഇതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡീസൽ എഞ്ചിനുകൾ ഹെവി മെറ്റൽ യൂസ് ചെയ്താണ് മേക്ക് ചെയ്യുന്നത്. മാത്രമല്ല, പെട്രോൾ എഞ്ചിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താരതമ്യേന ഡീസൽ എഞ്ചിന് വലിപ്പവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരം വലിപ്പമേറിയ എഞ്ചിനുകൾ ഉപയോഗിച്ച് ബൈക്കുകൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. മാത്രമല്ല, പെട്രോൾ എഞ്ചിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസൽ എഞ്ചിൻ ധാരാളം എമിഷൻസ് പുറത്തേക്ക് വിടുന്നതാണ്. കൂടാതെ ഈ എഞ്ചിനുകൾ പുറപ്പെടുവിപ്പിക്കുന്ന വൈബ്രേഷൻസും കാര്യങ്ങളും വളരെയധികം കൂടുതലാണ്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ തന്നെ ധാരാളം കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഡീസൽ എഞ്ചിനും കൂടെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വിടുന്ന എമിഷനും കാര്യങ്ങളൊക്കെ മൂലം വളരെയധികം പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഡീസൽ എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു ബൈക്ക് പോലും ഇന്ന് നിരത്തിലില്ലാത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.